പകർച്ചവ്യാധി വ്യാപനത്തിനിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ കസേരയിൽ അധികാര തർക്കം മുറുകുന്നു. ഭരണകാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്ന താൽക്കാലിക ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി ലോങ് ലീവിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിറക്കി. അതേസമയം സ്ഥാനമാറ്റം സ്റ്റേ ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവുമായി ഡോക്ടർ KJ റീന ഇന്നും ഓഫീസിലെത്തി. എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല കേട്ടോ, ക്ഷമിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി വിധി അനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. കോടതി പറയുന്നത് വരെയും, അതായത് ഹൈക്കോടതി എന്നോട് വരണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് തീർച്ചയായും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. ഇപ്പോൾ എന്നോട് KATന്ന് ഞാനാണ് DHS എന്ന് പറഞ്ഞിട്ടുണ്ട്, അതനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത് പറയേണ്ടത് ഒരിക്കലും ഞാനല്ലോ, KATയിൽ ആണ് പറയേണ്ടത്. കോടതി വിധിക്ക് അതിന് മീതെയും കുറേ നൂലാമാലകളുണ്ടോ ഇല്ലയെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് ശരിക്കും ആ വിധി നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥനാണ് പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം KAT എഴുതിയേക്കുന്നത് ഞാനിപ്പോൾ മറ്റെന്തിനേക്കാളും വില കൊടുക്കുന്നുണ്ട്. വെച്ചാൽ ആരുമില്ലാത്ത ഒരാൾക്ക് നീതിന്യായ വ്യവസ്ഥ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മുഴുവനായി കീഴ്പ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ഞാൻ. അപ്പോൾ അതിന് വീണ്ടും സാങ്കേതികത്വം ഉണ്ടോ എന്ന് പറയേണ്ടത് KAT ആണ്, ഞാനല്ല. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിൽ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. വകുപ്പിൽ ഭരണസ്തംഭനമില്ലെന്ന് പ്രതികരണം. അല്ല, അത് ഞങ്ങൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം കിട്ടിയതിന് ശേഷം നടപടി സ്വീകരിക്കും. അതായത് DHSൻ്റെ ഇപ്പോൾ കസേരയിലിരിക്കുന്ന ഡോക്ടർ മീനാക്ഷി കാര്യങ്ങൾ നന്നായി നടത്തുന്നുണ്ട്. കോൺഫറൻസുകൾക്കൊന്നും യാതൊരു മുടക്കവുമില്ല, പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. ഇതിൻ്റെ പേരിലൊരു നിയമവശം ഉള്ളതുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം തേടിയിട്ടുണ്ട്. അല്ല, കുഴപ്പമില്ല, ഭരണസമ്പന്നമില്ല. കാര്യങ്ങൾ നോക്കാൻ മന്ത്രി മുതൽ താഴെ തട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ വളരെ വിജിലൻ്റായി പ്രവർത്തിക്കുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ചേരുന്നു. റിനു ശ്രീധർ, ആരോഗ്യ വകുപ്പിൽ സംസ്ഥാനത്ത് പകർച്ചപ്പനിയിൽ പകച്ചു നിൽക്കുകയാണ് കേരളം. അതിനിടെയാണ് ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്ത് ഇത്തരത്തിൽ കസേരകളി. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അനുകൂല വിധിയുമായി ഡോക്ടർ KJ റീന അവിടെ DHS കസേരയിലേക്ക് ഇരിക്കാൻ വരുന്നു. പക്ഷേ ആരോഗ്യ വകുപ്പ് സർക്കാർ നിയമിച്ച ഡോക്ടർ മീനാക്ഷി ആ കസേരയിൽ തന്നെ തുടരുന്നു, കസേര വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ഒരു കസേരകളി കൂടി ഈ പകർച്ചപ്പനി വ്യാപനത്തിനിടെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ പകർച്ചപ്പനിയിൽ പകച്ചു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് നാടകീയ രംഗങ്ങൾ ഈ ആരോഗ്യവകുപ്പിൽ അരങ്ങേറുന്നത് എന്നുള്ളതാണ്. ഇന്നും ഡോക്ടർ KJ റീന ആരോഗ്യവകുപ്പ് ഡയറക്ടറായിരുന്ന ഡോക്ടർ രാവിലെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തി. പക്ഷേ അതിരാവിലെ തന്നെ ചുമതല നൽകിയിരിക്കുന്ന ഡോക്ടർ വി മീനാക്ഷിയും ഈ ഓഫീസിൽ എത്തി അവരുടെ കസേരയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നാടകീയ രംഗങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആരോഗ്യവകുപ്പ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ വി മീനാക്ഷിക്കാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ മീനാക്ഷിയും ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, KJ റീന അല്പസമയം മുമ്പ് ഈ ഓഫീസിലേക്ക് എത്തുന്നു. മാധ്യമങ്ങളോട് വളരെ വൈകാരികമായി സംസാരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നിയമവ്യവസ്ഥിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് താൻ താല്പര്യപ്പെടുന്നത്. ആരോഗ്യ വകുപ്പിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതിപ്പോൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു തരത്തിലും ഒരു സീറ്റും പിടിച്ചു വാങ്ങി അവിടെ ഇരിക്കുവാൻ വേണ്ടി താൻ തയ്യാറല്ല. മന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അവർ ഭരണ കാര്യങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. പക്ഷേ തനിക്ക് തൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും മറ്റൊരു കാര്യം അവർ പറയുന്നത്, ഈ നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മന്ത്രിയും ആരോഗ്യവകുപ്പ് ഡയറക്ടറും തമ്മിൽ ഉണ്ടായിരുന്നു. ഈ നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ താൻ അറിയുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മന്ത്രിയെ അറിയിക്കുമ്പോൾ തന്നെ താൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്നുള്ളൊരു കാര്യം മന്ത്രിയോട് കൃത്യമായി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.